മധുമാസം വിരിയണ് വിരിയണ് മലരാഗ് കുളിരണ കുളിരണ മലമാകെ കുളിരണ് കുളിരണ് തില്ലാന ഹേ തില്ലാന തില്ലാന കണ്ടോ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി ബാക്കി രണ്ടുപേര് പാടും. ഒരു രണ്ട് തില്ലാന പാടിയ പാട്ടാവൂ. ഞാൻ എനിക്ക് പിന്നെ ഞാൻ പാടാം. മൂളിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ കരിവളയിട്ടു അറിയാതെ തൊട്ടു. ചാള് ഒഴുകി ഇവിടെ ആകെ പാടത്ത് എല്ലാവരും കൂടെ ഉരുണ്ട് വീടുന്ന കണ്ടീഷനായി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ ചേട്ടാ പറ്റത്തുള്ളൂ. ഓക്കെ, എന്റെ ഇത് അടുത്തത് ഞാൻ പാപ്പന്റെ ഒരു ഡയലോഗ് പറയാൻ പോവാണ്. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളുണ്ട്, എന്റെ തെറ്റുകളിൽ ശരികളും. ഞാൻ ചെയ്തതെന്നല്ല പറയുന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നത് എന്റെ ശരികളിൽ തെറ്റുകളുണ്ട്, തെറ്റുകളിൽ ശരികളും. അങ്ങനെയല്ല, ഇങ്ങനെ തന്നെ പറയുന്നത്. ഞാൻ ചെയ്ത ശരികളിൽ തെറ്റുകളുണ്ട്, എന്റെ തെറ്റുകളിൽ ശരികളും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇതുപോലെ ഒരു ഡയലോഗ് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ നമ്മളെ ഗൂഗിൾ വെറുതെ ഞാൻ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ സ്കോർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ മറന്നു. അതുപോലെ ഒരു ഡയലോഗ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്ത് തന്നെ വേറൊരു ഡയലോഗ് ഉണ്ട്. കേരളത്തിലെ 455 പോലീസ് സ്റ്റേഷനിലെ 49,000 പോലീസുകാർ ഒരുമിച്ച് വന്നാലും എബ്രഹാം മാത്യു മാത്തന് നിന്നെയും പേടിയില്ല, നിന്റെ പോലീസിനെയും പേടിയില്ല. അത് പറയുന്നുണ്ട്. ഇതിന് സമാനമായ ഒരു ഡയലോഗ് ഞാൻ ദീനായിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു സംഭവം? தடா சட்டத்தில் போட்டு என் தம்பியை உள்ள தள்ளுறதுக்கு ஏற்பாடு பண்ணியாம ஒரு நாள் இல்ல ஒரு நிமிஷம் அவனை உள்ள வச்சு பார். 234 தொகுதியில எந்த தொகுதி போனாலும் வந்து வெட்டுவேன். ദീന കൈയെടുപ്പാൻ, ആദികേശവൻ തലയെടുപ്പാൻ. ജാഗ്രത. എന്തൊക്കെയോ പറയുമ്പോ എന്നോട് പറയുന്ന പോലെ തോന്നുന്നു. ഞാനത് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല. സുരേഷ് ചേട്ടൻ ഈ 5 ഡയലോഗുകൾ കേൾക്കുമ്പോഴുള്ള എക്സൈറ്റ്മെന്റ് വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? എനിക്കായിരിക്കണം. ആണോ? സത്യം. പക്ഷെ ഞങ്ങള് 4 പേരും എൻജോയ് ചെയ്യും. അനിയത്തിമാര് കുറച്ചും കൂടെ ഇന്റർനാഷണൽ കുറച്ചുകൂടെ അവരങ്ങനെ അത്രമാത്രം എക്സ്പ്രസ് ചെയ്യില്ലായിരിക്കും അല്ലേ? അവര് ഈ എന്താ ഹോളിവുഡ് ഫിലിംസിന്റെ ഒക്കെ സീരീസുകളുടെ ഒക്കെ ആൾക്കാര്. അനിയനും ഞാനും പഴയ മലയാളം സിനിമകളുടെ എന്ന് വെച്ചാൽ 90s ലേറ്റ് 80s അങ്ങനത്തെ സിനിമകളുടെ. സുരേഷിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ ഗോകുലെ? രണ്ടാം ഭാവം. അത് ഞാൻ വേറെ എല്ലാത്തിലും പോയി ഇതൊന്നും പറയല്ലേ. എല്ലാരും ഒരേപോലെയാ ചോദ്യം ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ കാണുമല്ലോ, അവരെ ചോദിക്കാൻ പറ്റും. രണ്ടാം ഭാവത്തിൽ അത് ഓരോ പ്രായത്തിൽ ഓരോ സിനിമയായിരുന്നു എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത്. ഒരു 3-4 വയസ്സ് സമയത്ത് ലേലം, കുറച്ചുകൂടെ പ്രായമായപ്പോ കമ്മീഷണർ ആയിരുന്നു ഇഷ്ടം. കുറച്ച് കഴിഞ്ഞപ്പോ ഭരത്ചന്ദ്രനിൽ